ലോഡ് ഷെഡിംഗിൽ ആലപ്പുഴയിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കെ.എസ്.ഇ.ബി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ആലപ്പുഴ നഗരത്തിൽ മണിക്കൂറുകളോളം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം പ്രതിഷേധവുമായി ആലപ്പുഴ വൈദ്യുതി ഭവനിൽ എത്തിയത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യു ഉണ്ണികൃഷ്ണനെ ജനപ്രതിനിധി സംഘം ഉപരോധിച്ചു. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെ തുടർന്ന് ജനം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ജനപ്രതിനിധികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വിശദീകരിച്ചു. കാരണം ഇപ്പോൾ ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് അവിടെ വീട്ടിൽ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം കറണ്ട് പോയ മണിക്കൂറുകൾ കഴിഞ്ഞാലും കറണ്ട് വരാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ രോഗികളായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഇവരൊക്കെ വളരെയധികം വിഷമിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കള്ളമാർ റോഡിലിറങ്ങി കറണ്ട് വരുന്നിടം വരെ റോഡിലിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴ പട്ടണത്തിൽ മുഴുവനായിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചായിരുന്നു. എനിക്ക് നഗരസഭയിൽ പരാതി വന്നതിനെ ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് സാറേ നമ്മുടെ വിഷയമുണ്ട്, ഈ കാര്യത്തിൽ ഇടപെടണം, ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറും പറയുന്നത് ഈ ലോഡ് കൂടിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നു. പക്ഷെ ഞങ്ങൾ ജനങ്ങളോട് എന്താ പറയുന്നത്? അവരെ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അവർ ആലപ്പുഴ മുനിസിപ്പൽ അധികൃതരെ വന്ന് ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം നിലവിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, ന്യായമായ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു ലോഡ് ഗ്രോത്താണ് നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെമ്പാടും ആലപ്പുഴയിലൊക്കെ അതിന്റെ ഭാഗമായിട്ട് ലോഡ് വളരെ അധികരിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ശേഷിയേക്കാൾ അധികരിച്ച് വരുന്നതുകൊണ്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയേക്കാൾ ഒരു 10-30% ലോഡ് പലയിടത്തും ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് ചെറിയ നിയന്ത്രണങ്ങൾ ഒരു 15-20 മിനിറ്റൊക്കെ നമുക്ക് പലപ്പോഴും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം അങ്ങനെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകാനും പിന്നെ നമുക്ക് ടോട്ടൽ ഷട്ട് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ലോഡ് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വെച്ചാൽ മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി പിന്നീടാണെങ്കിലും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഫോൺ വിളിച്ചാൽ എടുക്കില്ലെന്ന പരാതിയും സംഘം ഉന്നയിച്ചു. വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യു ഉണ്ണികൃഷ്ണനും മറുപടി പറഞ്ഞു. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മുന്നറിയിപ്പ് നൽകാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രേഖാമൂലം ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ചൂടുകാലത്ത് വർക്കുകൾക്കായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം നൌഫൽ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ RR ജോഷിരാജ്, കൌൺസിലർമാർ തുടങ്ങിയവരും ചെയർപേഴ്സണ് ഒപ്പമുണ്ടായിരുന്നു.